She is the only lady in my life. Only one lady. In my life, I am only one lady. My wife. My wife and my girlfriend. My all in all. ഉച്ചട്ടെന്ന് വിളിക്കൂടായിരുന്നു പണ്ട്. ഇപ്പോഴല്ല. അപ്പോൾ അതിനുശേഷം പിന്നെ കല്യാണത്തിനൊന്നും നെവർ. വൺ ലേഡി ഇൻ മൈ ലൈഫ്. ഷീ ഒള്ളി. ചതിച്ചു കളഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്നെ ചതച്ചായിട്ടേക്ക് തോന്നുന്നു. കഴിഞ്ഞു പോയത് നമുക്കങ്ങ് വിട്ടേക്കാം. ഞാൻ ഫസ്റ്റ് ഈസ് ഫസ്റ്റ് എന്നല്ല, അതേ ഇമോഷണൽ. ഞാൻ സാധാ മനുഷ്യനാണ്. നമസ്കാരം. കൊച്ചി ഫ്ലവർ ഷോ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ അവിചാരിതമായി ഒരു പ്രായമുള്ള അച്ഛനെ കണ്ടു. അദ്ദേഹത്തോട് കൂടുതൽ സംസാരിച്ചപ്പോൾ കരളലിയിക്കുന്ന ഒരു കഥ കേൾക്കാനിടയായി. അത് മറുനാടൻ പ്രേക്ഷകരുമായി ഇന്ന് പങ്കുവെക്കുകയാണ്. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം വിവാഹം കഴിച്ചു, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ ഇട്ടിട്ട് പോയി. അതെന്ത് കാരണത്താലാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലെ തെറ്റാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കയ്യിലുള്ള തെറ്റാകാം. എന്തു തന്നെയായാലും അദ്ദേഹം അതിനുശേഷം വിവാഹം കഴിച്ചില്ല. ഭാര്യയുമായി ഒത്തുള്ള ആ ഒരു നല്ല കാലത്തെ ഓർത്ത് അദ്ദേഹം ഇപ്പോഴും കഴിയുകയാണ്. നമുക്കെന്തായാലും ആ കഥയൊന്ന് കേൾക്കാം. കുഴപ്പമില്ല, ഇതൊന്ന് ഡൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. നോ, ഞാൻ ഒരിക്കലും ഡൈ ചെയ്യില്ല. കാരണം അറിയോ? കാരണം ഡൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറലിറ്റി പോയി. അതിൻ്റെ ഒറിജിനാലിറ്റി ഉണ്ടല്ലോ, ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ്റെ ഒരു ഒറിജിനാലിറ്റി അത് നഷ്ടപ്പെട്ടു പോകും. ഇതാകുമ്പോഴത്തേരു കുഴപ്പമില്ല, ഒരു ഗ്രാമീണൻ. ഞാൻ പച്ചക്കൃഷിയൊക്കെ ചെയ്യും. അവിടെയുള്ള പൂക്കളെ പലത് എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ ഫ്ലവർഷോയ്ക്ക് പോകുമ്പോൾ പൂക്കൾ വാങ്ങിക്കും. ഇവർ ഡിസ്പോസ് ചെയ്ത് പോവില്ലേ, ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും ഇത്തരം ഇതൊക്കെ വാങ്ങിക്കും. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ പിന്നെ ഞാനും എൻ്റെ മോനും, മോൻ്റെ വൈഫ്, 2 കുട്ടികൾ. ഭാര്യ they gone away on past 30 years ago. He gone. That's ജീവിതം വളരെ ഹാപ്പിയാണ്. മോന് ഒരു പിന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഫ്രാഞ്ചൈസി എടുത്ത് അവന് സൗകര്യമായിട്ട് ജീവിക്കുന്നു. പിന്നെ മോള് ഇവിടെ വിവാഹം ചെയ്ത് അയച്ചിരിക്കുന്നു. മോൻ്റെ ഹസ്ബൻഡ് അപ്പോളയിലാണുള്ളത്. അദ്ദേഹം നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. കാരണം ഭാര്യയെ പറ്റി പറഞ്ഞപ്പോൾ കണ്ടു നിറഞ്ഞ അതേ പറഞ്ഞൊന്നല്ല, അതേ ഇമോഷണൽ. ഞാൻ സാധാ മനുഷ്യനാണ്. അത് സന്തോഷം കാണുമ്പോൾ ചിരിക്കും. ഇതൊക്കെ കാണുമ്പോഴത്തേനും നമ്മൾ ഇങ്ങനെ അങ്ങനെ ആസ്വദിക്കും. പക്ഷെ നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്ന ആ മൂമെൻറ്റിൽ ആരെങ്കിലും ടച്ച് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഇമോഷണലായിട്ട് കാണാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ഒന്നുമില്ല, ഇപ്പോഴുമാണ്. ഈസ് ദ ഓൺലി ലേഡി ഇൻ മൈ ലൈഫ്. ഓൺലി വൺ ലേഡി ഇൻ മൈ ലൈഫ്. ഐ ആം ഓൺലി വൺ ലേഡി. മൈ വൈഫ്. My wife and my girlfriend, my all in all. അത്ര ഇഷ്ടമായിരുന്നു. Very ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്തായിരുന്നു ആൻറ്റിയുടെ പേര്? ആൻറ്റിയുടെ എന്നെ എൻ്റെ പേര് എന്നെ അവൾ ചൂച്ചേട്ടെന്ന് വിളിക്കൂടായിരുന്നു പണ്ട്. ഇപ്പോഴല്ല. I am fell in love on 1972 onwards. പ്രണയമായിരുന്നു. അതെ. Then I got service job, government job, and joined service on 1974. And then അപ്പോൾ ഈ കല്യാണമൊക്കെ എങ്ങനെയായിരുന്നു? കല്യാണം പിന്നെ അത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. വീട്ടിൽ പോയിട്ട് ചോദിച്ചു? അല്ല, വീട്ടിൽ പോയിട്ട് ചോദിച്ചു. അവർ ഇച്ചിരി നമ്മൾ ഒരു കൊച്ചു ഫാമിലിയാണ്. അപ്പം അവരിപ്പം പിന്നെ വലിയ ഫാമിലി ആണെങ്കിൽ ഞാൻ ഗവൺമെൻറ് ജോബ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമില്ല. നമ്മളെ ലൈഫൊക്കെ ഉള്ള ഇതായിരുന്നു. പക്ഷേ 1995 ജൂൺ 24 അന്ന് അവർ പോയി. ദാറ്റ്സ് ബാഡ് ന്യൂസ്. ദാറ്റ്സ് എനഫ്. അപ്പോൾ അതിനുശേഷം പിന്നെ കല്യാണത്തിനൊന്നും നെവർ.
വൺ ലേഡി ഇൻ മൈ ലൈഫ്, ഷീ ഓൺലി. ഒറ്റയാൾ മാത്രമേ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നുള്ളൂ, അത് മൈ വൈഫ്. ഇപ്പോഴും ആ ഫോട്ടോ ഒക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്? ഒരിക്കലും ഇല്ല, എല്ലാം ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. ആകെ ഉള്ള എൻ്റെ മനസ്സിൽ മാത്രം. എന്താ ഫോട്ടോ നശിപ്പിച്ചു? ഒക്കെ നശിപ്പിച്ചു കളഞ്ഞു. നമ്മൾ വാസ്തവത്തിൽ എന്നെ എന്താ പറയുക, ചതിച്ചു കളഞ്ഞു. ചതിച്ചെന്ന് പറഞ്ഞാൽ ചതിച്ചു കളഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്നെ ചതിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചെന്നെ 72 ലവ് ആൻഡ് മാരിഡ് ഓൺ 1978. Then that time this really happiness to my life. മഹർഷിയാണോ മാസം ഇങ്ങനെ കാര്യം കഴിഞ്ഞുപോയി, അത് പോട്ടെ, കഴിഞ്ഞു പോയത് നമുക്കങ്ങ് വിട്ടേക്കാം. ഞാൻ പാസ് ഈസ് പാസ്. പക്ഷേ ഇപ്പോഴും ആ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ മനസ്സ്. അല്ല, അത് ഇപ്പം കുഴപ്പമില്ല. ഇവിടെ പിന്നെ മോളുണ്ട്. മോള് ഇവിടെ അടുത്ത് താമസിക്കുന്നത്. അവളുടെ വീട്ടിൽ നിന്നാണിപ്പോൾ വന്ന്. 2 പിള്ളേരുണ്ട്. ഒരാൾ പിന്നെ കോളേജിൽ പഠിക്കുന്നു, ഒരാൾ 9th പഠിക്കുന്നു. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലൈഫ്. അവരും ഫ്രണ്ട്സൊക്കെ ഉണ്ടോ? ഫ്രണ്ട്സ് ഞങ്ങൾ ഓൾഡ് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോഴും സംസാരിക്കും? ഓ യെസ്, ഇപ്പോഴും ഞങ്ങളുടെ അവിടെ ഈ ക്ലബിലൊക്കെ ഉണ്ട്. ക്ലബിലൊക്കെ അവർ വരും. പിന്നെ അവിടെ നിന്ന് ചെസ്സ് കളിക്കും. ചെസ്സിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അല്ല, ഒരു വീക്ക്നെസ്. പിന്നെ മനുഷ്യൻ അല്ലെങ്കിൽ ഞാൻ ദൈവമായി പോകും. അപ്പോൾ ആളുകൾ പറയും അത് ദൈവമായിരിക്കുന്നത്. ഞാൻ ദൈവമല്ല, ഞാൻ സാധാരണ മനുഷ്യൻ, ഒരു പച്ചയായ മനുഷ്യൻ. അതുകൊണ്ടാണല്ലോ നിങ്ങളെ കണ്ടപ്പോഴത്തേക്കും നിങ്ങൾ എന്നെ വരാണ്ട് എന്നെ ഇമോഷണലായി കളഞ്ഞ. അപ്പോൾ അവിടെ എവിടെയാണ് നിങ്ങൾ എന്നെ ടച്ച് ചെയ്യാൻ പാടില്ലാത്ത അവിടെ. പക്ഷേ നമുക്ക് കാണാൻ കഴിഞ്ഞു, സംസാരിക്കാൻ കഴിഞ്ഞു. ഓക്കെ, അത് ഒരുപാട് സന്തോഷം. അല്ല ഇത് മലയാളി. ഓ സോറി. ആ ഞാൻ നിങ്ങളുടെ ചാനൽ കാണാറുണ്ട്. ഞങ്ങളുടെ MD ആണ്. ഓ ഐ സീ, താങ്ക് യു. അയ്യോ കുഴപ്പമില്ല. അതെ, ഞാനേ പെട്ടെന്ന് ഇങ്ങനെ ഇതിൻ്റെ മൂഡിൽ വന്ന് നിങ്ങൾ സംസാരിച്ച് ഞാനങ്ങനെ നിന്ന് പിന്നെ സംസാരിച്ച കൂടെ നിങ്ങൾ ഓരോ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വേഗം പിന്നെ ഇത് പരസ്യം മറന്നുപോയി. ഓക്കെ ഓക്കെ മോനെ, വാട്ട്സ് യുവർ നെയിം? ഗുഡ് നൈറ്റ്. പീയൂഷ്. ഓക്കെ, ആൻഡ് താങ്ക്ഫുൾ യു ഫോർ യു everything. Well, man. Merry Christmas. Okay, Happy New Year and Merry Christmas. See you again. Whenever. അപ്പോൾ ഓക്കെ. Thanks a lot. താങ്ക് യു. Okay. See you. കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം R. പീയൂഷ്, മറുനാടൻ TV.